ഹായ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എല്ലാവരുടെയും ആവശ്യപ്രകാരം ഇന്ന് ഒരു ചുരിദാർ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ വീഡിയോകളൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു, അവർക്കെല്ലാം താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പം എൻ്റെ തന്നെ ഒരു ചുരിദാറാണ് ഞാൻ തയ്ക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പം എൻ്റെ അളവെടുത്ത് തന്നെ ഞാൻ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളെ ഇട്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പം എൻ്റെ വണ്ണമാണ് ഞാൻ അളക്കാൻ പോകുന്നത്. എൻ്റെ വണ്ണം ഞാൻ അളക്കുന്നത് ഇങ്ങനെയാണ്. ഇഞ്ച്. ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെയാണ് വണ്ണം ഞാൻ പിടിക്കുന്നത്. ഇത് 40 ഇഞ്ച്. ബ്രസ്റ്റിൻ്റെ തൊട്ട് താഴെയുള്ള വണ്ണം ടൈറ്റ് ചെയ്ത് വേണം പിടിക്കാനായിട്ട്. ഇവിടെ നമ്മൾ ടൈറ്റായിട്ട് പിടിക്കണം. എന്നിട്ട് നമ്മളിവിടെ നോക്കണം. അപ്പം 35 ഞാൻ 36 ആക്കുവാണ്. എനിക്ക് ശകലം ലൂസ് വേണം, അതുകൊണ്ട് ഞാൻ 36 ആക്കുവാണ്. ടൈറ്റായിട്ട് വേണ്ടിയവർക്ക് മാത്രം ഇച്ചിരി കൂടെ പിള്ളേർ സെറ്റൊക്കെ നന്നായിട്ട് ഇറുകിയാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം ലൂസുകൂടെ വേണ്ടതുകൊണ്ട് ഞാനൊരു 36 എന്ന് പറയുന്ന അളവിലേക്ക് എടുക്കുകയാണ്. ഇപ്പം സീറ്റ് വണ്ണം അടയാളപ്പെടുന്നത് കാണാമോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ പിടിക്കുകയാണ്. ഇവിടെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഒരു ശകലം ഒരു തുള്ളി ലൂസുകൂടെ കൊടുത്തിട്ടുമുണ്ട്. ആ വണ്ണം ഞാൻ പിടിക്കുകയാണ്. അപ്പം 45 സീറ്റ് വണ്ണം വന്നിരിക്കുന്നത്. പിന്നെ ലെങ്ത് എൻ്റെത് എനിക്കറിയാം, 46 ഇഞ്ച് ലെങ്താണ്. പിന്നെ ഞാൻ ഇപ്പോൾ തയ്ക്കാൻ പോകുന്നത് ഒരു കോളർ ചുരിദാർ ആയതുകൊണ്ട് ഇവിടുന്ന് ഷോൾഡർ ഇവിടെ വെച്ചു. കറക്റ്റ് നമ്മൾ ബാക്കിൽ കൂടെ വേണം നമ്മൾ ഷോൾഡർ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ പിടിച്ചു കഴിയുമ്പോൾ 16 ഇഞ്ച് ഷോൾഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 16 ഇഞ്ച് ഷോൾഡർ. പിന്നെ കൈയുടെ ലെങ്തും കൈയുടെ വണ്ണമൊക്കെ എല്ലാവർക്കും എടുക്കാൻ അറിയാമല്ലോ. പിന്നെ കൈക്കുഴി എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ നമ്മൾ ടൈറ്റായിട്ട് ഇതുപോലെ ടേപ്പ് നമ്മളിങ്ങനെ പിടിച്ച് ടൈറ്റായിട്ട് നമുക്ക് ഒരാൾക്ക് വലിയ പാടാണെങ്കിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ടൈറ്റാണ് നമ്മൾ ഇവിടെ പിടിക്കുക. ഇത് കൈക്കുഴി കിട്ടിയിരിക്കുന്നത് 17 ഇഞ്ച്. എനിക്ക് കൈക്കുഴി കുറവാണേ, അതുകൊണ്ട് 17 ഇഞ്ചാണ് നമുക്ക് കൈക്കുഴി കിട്ടിയിരിക്കുന്നത്. പിന്നെ കഴുത്തിൻ്റെ താഴ്ചയും കൈയുടെ ഇറക്കവും ഒക്കെ നമ്മുടെ ആവശ്യാനുസരണമാണ്. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇറക്കവും വണ്ണവും ഇടവണ്ണം, നമ്മുടെ സീറ്റ് വണ്ണം, സീറ്റ് ലെങ്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അളവെടുക്കേണ്ടത്. അപ്പം ഇനി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരാളുടെ അളവെടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. 44 ഇഞ്ച്, 44ൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 44 കിട്ടുന്നു. 44ൻ്റെ 4/1 എന്ന് പറയുന്നത് 11 ഇഞ്ച്. പിന്നെ ഇടവണ്ണം 36ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടുമ്പം 40 ഇഞ്ച്. 40ൻ്റെ 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ച്. അങ്ങനെ നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം 40 ഇഞ്ച് വണ്ണം കിട്ടി. അതിൻ്റെ കൂടെ 4 കൂട്ടിയപ്പോൾ 44 കിട്ടി. 44ൻ്റെ 4/1 എന്ന് പറയുന്നത് 11 ഇഞ്ച്. ആ 11 ഇഞ്ച് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഞാൻ ഈ തുണി 4ആയിട്ട് അകമ്പുറം തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഒരു വീതിയുള്ളൊരു തുണി ആയതുകൊണ്ട് നമ്മൾ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് 11 ഇഞ്ചിന് നമ്മൾ ഇത് അടയാളപ്പെടുത്തി, ഇത് കുറച്ച് ദൂരം ഇങ്ങനെ അടയാളപ്പെടുത്തി ഇടണം. പിന്നെ നമുക്ക് ഇവിടുത്തെ എൻ്റെ ബോഡി ഷേപ്പ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്ക് പൊക്കത്തിൻ്റെ അനുസരിച്ച് ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ 15 ഇഞ്ചാണ് ഇവിടുത്തെ ബോഡി ഷേപ്പ് വരുന്നത്. അപ്പം പൊക്കം കുറഞ്ഞവരാണെങ്കിൽ ഒരു 14, 14.5. പൊക്കം കുറഞ്ഞവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 40, 43, 44 ഇഞ്ച് ഇറക്കം വരുന്നവർക്കൊക്കെ ഒരു 14 ഇഞ്ച് കൊടുക്കുക. അതിനേക്കാൾ ഇറക്കം കുറഞ്ഞവർക്കാണ് 14 കൊടുക്കുക. അതിലും ഇറക്കം കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 13 ഇഞ്ചൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഇത് കൊടുക്കുന്നത്, ബോഡിയുടെ ഷേപ്പ് കൊടുക്കുന്നത്. എനിക്കിപ്പം 15 ഇഞ്ചാണ് ബോഡി ഷേപ്പ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ ബോഡി ഷേപ്പിൻ്റെ അവിടെ നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മുടെ ഇടവണ്ണം അടയാളപ്പെടുത്തണം. ഇടവണ്ണം എന്ന് പറയുന്നത് 36. 36ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് 34ൻ്റെ
36-ന്റെ 40-ന്റെ 4 എന്ന് പറയുന്നത് 10 ഇഞ്ച്. ആ 10 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഷോൾഡറാണ്. ഷോൾഡറിൽ കിട്ടിയിരിക്കുന്നത് 16 ഇഞ്ചാണ്. 16-ന്റെ നേരെ പകുതി നമുക്ക് ഇവിടെ 8 അടയാളപ്പെടുത്തേണ്ടത്. 8. അപ്പം 8 നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് നമ്മുടെ ആം ഹോൾ എന്ന് പറയുന്നത്, നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് നമുക്ക് 17 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ ഒരു 7.5 ഇഞ്ച് നമുക്ക് എടുത്ത് നോക്കാം. ഇവിടെ നമുക്ക് 17 ഇഞ്ച് നമുക്ക് ആം ഹോൾ കിട്ടുന്നു. 17 ഇഞ്ച് ആം ഹോൾ കിട്ടുന്നുണ്ടോ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് വിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വെട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് 17 ഇഞ്ചുണ്ട്. ഞാനത് ഒന്നുകൂടെ പറഞ്ഞു തരാം. പിന്നെ വണ്ണം അടയാളപ്പെടുത്തി 11 ഇഞ്ച്, ഇടവണ്ണം അടയാളപ്പെടുത്തി 10 ഇഞ്ച്, ഷോൾഡർ 8 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. ഈ 8 ഇഞ്ച് ഷോൾഡർ വെക്കുന്നതിൻ്റെ ഒക്കെ അവിടെ നമ്മൾ 4 ഇഞ്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് വേണം ഇങ്ങോട്ട് വരയ്ക്കാനായിട്ട്. അതാണ് ഞാനവിടെ ആദ്യം നിർത്തിയത്. ഞാൻ തയ്ക്കാൻ പോകുന്നത് കോളർ ചുരിദാറായതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ചെരിച്ച് വരച്ചിട്ടുണ്ട്. അതിൻ്റെ അവിടം വിട്ടിട്ട് വേണം നമ്മൾ ഈ കൈക്കുഴി എന്ന് പറയുന്ന സംഭവം നമ്മൾ 17 ഇഞ്ച് നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമുക്ക് കറക്റ്റ് 17 ഇഞ്ച് കൈക്കുഴി തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇച്ചിരി ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ശകലം കൂടെ നമുക്ക് ഇച്ചിരി ലൂസാക്കി വേണം നമുക്ക് കൈക്കുഴി വേണം കൊടുക്കാൻ. പിടിച്ചിരിക്കാത്തില്ലാത്ത വിധത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൂടെ വേണമെങ്കിൽ നമുക്ക് ലൂസ് നമുക്ക് വേണേൽ കൊടുക്കാം. ഇവിടെ 1/2 ഇഞ്ച് ലൂസ് എന്ന് പറഞ്ഞാൽ കൈക്കുഴി മാത്രം 1/2 ഇഞ്ച് നമുക്ക് വേണേൽ ലൂസ് ഇവിടെ ചെയ്യാം. അപ്പം എൻ്റെ ചുരിദാറിനൊക്കെ ഞാൻ കൈക്കുഴി കുറച്ച് ലൂസാക്കിയാണ് ഇടുന്നത്. അതുകൊണ്ട് ഇവിടെ കൈക്കുഴി ഞാൻ ശക്കല ഒരു 1/2 ഇഞ്ച് നമ്മൾ ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ടൈറ്റായിട്ടാണെങ്കിൽ കറക്റ്റ് കൈക്കുഴി മാത്രം കൊടുത്തേച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ സീറ്റ് വണ്ണം, സീറ്റിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് എനിക്ക് 21.5 ഇഞ്ചാണ് സീറ്റിൻ്റെ ഇറക്കം. സീറ്റിൻ്റെ ഇറക്കം 21.5 ഇഞ്ചാണ് സീറ്റിൻ്റെ ഇറക്കം. അവിടുത്തെ സീറ്റ് വണ്ണം എന്ന് പറയുന്നത് നമുക്ക് കിട്ടിക്കുന്നത് 45. 45-ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ നമ്മൾ സീറ്റിൻ്റെ വണ്ണം കൂട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ 4.1 എന്ന് പറയുന്നത് 11.5 ഇഞ്ചാണ്. സീറ്റിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസും കൂടെ കൃത്യമായിട്ട് കൊടുക്കത്തുള്ളൂ. ഞാൻ ഒത്തിരി ലൂസായിട്ട് ചുരിദാർ ഇവിടെ ഇടത്തില്ലാത്തത് കൊണ്ട് കറക്റ്റ് ഫിറ്റിങ്ങിൽ തയ്ക്കുന്ന ചുരിദാറുകളെല്ലാം നമ്മൾ 1 ഇഞ്ച് ലൂസായി കൂട്ടത്തുള്ളൂ. കുറച്ചുകൂടി ലൂസ് വേണ്ടിയവർ 2 ഇഞ്ച് ലൂസ് അവിടെ കൂട്ടി അടയാളപ്പെടുത്തണം. പിന്നെ ലെങ്ത് നമുക്ക് വേണ്ടത് 46 ഇഞ്ചാണ് നമുക്ക് ലെങ്ത് വേണ്ടത്. 1.5 ഇഞ്ച് വേണം നമുക്ക് ഇതിനകത്ത് കൂടുതൽ കൂട്ടി ഇവിടെ എടുക്കാനായിട്ട്. അപ്പോൾ 1.5 ഇഞ്ച് കൂട്ടി 47.5 ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 47.5 ഇഞ്ച്, 1.5 ഇഞ്ച്, 1/2 ഇഞ്ച് മേളിലും പോകണം, 1 ഇഞ്ച് താഴെ അടിക്കുന്നത് കൊണ്ട് നമുക്കിവിടെ 47.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വണ്ണമെന്ന് പറയുന്നത് 36-ൻ്റെ 40-ൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിഞ്ഞ് 11 കിട്ടി. ആ 11 ഇഞ്ചാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിയത്. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഷോൾഡർ ആണ്. ഷോൾഡർ 4 ഇഞ്ച് വിട്ട് ചെരിച്ച് വരച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെ കൈക്കുഴി നമ്മൾ വരച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇടവണ്ണം എന്ന് പറയുന്നത് നമ്മൾ 15 ഇഞ്ചിന് നമ്മൾ ബോഡി ഷേപ്പ് നമ്മൾ നോക്കി അവിടെയാണ് നമ്മൾ പിന്നെ ഈ 36-ൻ്റെ കൂടെ 4 കൂടെ കൂട്ടി അതിൻ്റെ 4.1 എന്ന് പറയുന്നത് 40 ഇഞ്ച്, 40-ൻ്റെ 4.1 എന്ന് പറയുന്നത് 10 ഇഞ്ച്, അത് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഷോൾഡറിൽ നിന്ന് നമ്മൾ സ്ലിറ്റിൻ്റെ ഇറക്കം എടുത്തു 21.5 സീറ്റിൻ്റെ ഇറക്കം എടുത്ത് 21.5, അത് നമ്മൾ അടയാളപ്പെടുത്തി. പിന്നെ സീറ്റ് വണ്ണം എന്ന് പറയുന്നത് എനിക്ക് 45 കിട്ടിയത്. 45-ൻ്റെ കൂടെ 1 കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ 46 കിട്ടി. 46-ന് 4 എന്ന് പറയുന്നത് 11.5 ഇഞ്ച്. പിന്നെ നമുക്ക് കിട്ടിക്കുന്ന ഇറക്കം എന്ന് പറയുന്നത് 46 കിട്ടിയത്. ആ 46-ൻ്റെ അകത്ത് 1.5 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെ 11.5 കിട്ടിയാൽ ഇവിടെയും 11.5 ഇട്ടാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ചിലപ്പം ചിലർക്ക് വിരിവ് വേണം എന്ന് പറയുവാണെങ്കിൽ മാത്രം നമ്മൾ വിരിവ് കൂട്ടിയിട്ട് തയ്ക്കും. ഇതെൻ്റെ ചുരിദാർ ആയതുകൊണ്ട് മാത്രം നമ്മളിത് കറക്റ്റ് ഇവിടെ 11.5 ഇഞ്ച് തന്നെ വെച്ചാണ് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അപ്പം എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുവാണ്. ഞാനിത് ഒന്നും കൂടെ വരച്ചിട്ട് ഒന്നുകൂടെ കാണിക്കാം. എൻ്റെ സ്കെയിൽ ഒടിഞ്ഞിട്ട് എനിക്കൊരെണ്ണം മേടിക്കാനുള്ള സമയം കിട്ടിയില്ല. ഇനി ഒരെണ്ണം മേടിക്കണം. പിന്നെ അത് ഓർത്തുമില്ല, മേടിക്കാൻ പറ്റിയില്ല. കൊച്ചുമായിട്ട് പിടിച്ചത് അങ്ങോട്ട് വന്നിട്ട് അവന് പിടിച്ച് ഓടിച്ചു കളഞ്ഞു.
ഇവിടെ ഇങ്ങനെ ചെരിച്ച് ഒക്കെ വരയ്ക്കുന്നവരുണ്ട്. ഞാൻ അങ്ങനെ ചെരിച്ചൊന്നും വരയ്ക്കത്തില്ല. ഇത് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ഒരു ഏകദേശ ഒരു മോഡൽ കട്ടിങ് ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുവാണ്. അപ്പം എല്ലാവരും ഇത് ആദ്യം നിങ്ങൾ എല്ലാവരും ഇത് കണ്ട് നോക്കുക. കണ്ട് അത് മനസ്സിലാക്കി സ്വയമേ ഓരോന്ന് തയ്ച്ച് എല്ലാം ചെയ്ത ശേഷം നിങ്ങൾ പുറത്തുള്ളവർക്ക് തയ്ച്ചു കൊടുക്കുക. നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. അപ്പം നമുക്ക് പിന്നെ ലൈനിങ് ഇനിയും വെട്ടണം, ലൈനിങ് കട്ട് ചെയ്യണം, പിന്നെ കഴുത്ത് കട്ട് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനിതൊരു ചുരിദാറാക്കി നിങ്ങളെ ഞാൻ തയ്ച്ച് കാണിക്കാം. പിന്നെ അടുത്ത ഇനിയും ചുരിദാറിൻ്റെ നല്ല വീഡിയോകളൊക്കെ ഞാൻ ഇനിയും നിങ്ങൾക്ക് തരാം. ഇപ്പം ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ എടുത്തെന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്ക് ഈ വീഡിയോ ഇപ്പം പിടിച്ചു തരാൻ ആളില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റിൽ കൂടെ ചോദിക്കുക, ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നതുകൊണ്ട് കാണിച്ചു തരാം. ഇങ്ങനെ ചെരിഞ്ഞ് വരയിട്ടില്ല, അതേ കൂടെ വേണം വെട്ടാൻ. ഇപ്പോഴൊരു ശകലം ലൂസിട്ടാണ് ഞാൻ വെട്ടിയത്. ഒരു 1/2 ഇഞ്ചോളം. അല്ല ഭയങ്കര കഷം പിടിച്ച് എനിക്ക് അതിനോട് താല്പര്യക്കുറവായതുകൊണ്ട് കൈക്ക് തുണി കുറവാണ്. ഇവിടെ നിന്ന് വേണം നമുക്ക് ഇതേ പടി വെച്ച് വേണം നമുക്ക് കൈക്ക് ഇനി എടുക്കാനായിട്ട്. ഇത് കൈക്ക് തുണി കുറവാണ്. ഇത് നമ്മളൊരു 1.5 മീറ്റർ പീസായിട്ട് നമ്മൾ മുറിച്ച് വാങ്ങിച്ചതാണ്. ഇത് വലിയ വിത്തുള്ള ഒരു തുണി ആയതുകൊണ്ട് നമ്മൾ 1.5 മീറ്ററേ മേടിച്ചുള്ളൂ. അത് കുഴപ്പമില്ല, എനിക്ക് ചെറിയൊരു കൈ മതി. അതുകൊണ്ട് എല്ലാവരും ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് നമ്മുടെ വണ്ണം, അതിൻ്റെ ഇടവണ്ണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാനിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തയ്ക്കുന്ന വീഡിയോയിലേക്ക്